നോ അവർ സെയിൻസ്. ഇന്ന് വിശുദ്ധ മെഡാഡിനെ കുറിച്ച് ചിന്തിച്ചാലോ? മെഡാഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഇങ്ങനൊരു വിശുദ്ധനുണ്ടോ എന്ന് പോലെ നമ്മൾ ചിന്തിച്ചു പോകും. അതെ, അങ്ങനെ ഒരു വിശുദ്ധനുണ്ടായിരുന്നു. 456 AD 456 ഫ്രാൻസിലാണ് ഇദ്ദേഹം ജനിക്കുക. ചെറുപ്പം മുതലേ ദരിദ്രരെ സ്നേഹിക്കുകയും അവരോട് കരുണ കാണിക്കാനും ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അവന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ചെറുപ്പം മുതൽ ദരിദ്രരായിട്ട് കാണുന്ന വ്യക്തികളെ സഹായിക്കാനായിട്ട് അവൻ ഓടി ചെല്ലുമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ചെയ്യാവുന്നതിൽ മാക്സിമം കാര്യങ്ങൾ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ദരിദ്രർക്ക് ചെയ്യുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അദ്ദേഹം വലുതായതിനു ശേഷവും ഒത്തിരി നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പരിശ്രമിച്ചു. അദ്ദേഹം ഒരു ബിഷപ്പായി തീർന്നു. ബിഷപ്പായതിനു ശേഷം ഒത്തിരി പേരുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഈശോയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുക. എന്നാൽ ബിഷപ്പ് ആത്മീയ ജീവിതം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, സഹജരോടുള്ള ബന്ധത്തെക്കുറിച്ചും കൂടി പഠിപ്പിച്ചു കൊടുക്കുകയും അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ താൻ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. AD 545 ജൂൺ 8 അദ്ദേഹം മരണമടയുക. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധൻ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ആത്മീയതയിലേക്ക് ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റൊരു വിശുദ്ധനുമായി നാളെ കാണാം.